എന്ത് ചെയ്താലും വിജയിക്കും. ഞാൻ തന്നെയാ അതിന് ഉദാഹരണം. അപ്പോ പുതിയ സംരംഭത്തിന് എന്റെ എല്ലാവിധ ആശംസകളും. നൂറ ഇപ്പൊ വരാന്ന് പറഞ്ഞു പോന്നതാ. ചെന്നില്ലെങ്കിൽ വിളിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ രാഘവൻ നായർ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ട്. നോക്കട്ടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. ഹലോ. മോളെ. ഭാമേ, എന്താ നിന്റെ ഉദ്ദേശം? എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. ഈ വീട്ടിൽ നിന്നാണല്ലോ ഒരു ലോറിയിൽ നിന്ന് തുടങ്ങി അദ്ദേഹം ഇത്രയും വലിയ മുതലാളിയായത്. ഞാനും ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ, എനിക്കും എന്തെങ്കിലുമൊക്കെ ആകാൻ പറ്റുമോന്ന്. ശ്രമിക്ക്. ഞാൻ അതിൻ്റെ ഒരു കുറവ് വേണ്ട. അപ്പൊ ഇനിയും പലതും കാണേണ്ടിയിരിക്കുന്നു. എന്റെ കൃഷ്ണ, നീ തന്നെ ശരണം. പപ്പി, ടീച്ചർ വന്ന് ആദ്യം ചോദിക്കുക പപ്പിയോട് ഇന്നലെ ചെയ്തോണ്ട് വരാൻ പറഞ്ഞ പ്രോജക്റ്റ് ആയിരിക്കും. എല്ലാം കൃത്യമായിട്ടാണോ എഴുതിയിരിക്കുന്നതെന്ന് നോക്കിക്കോ. അതൊക്കെ ഇന്നലെ രാത്രി തന്നെ ഞാൻ കംപ്ലീറ്റ് ആക്കിയതല്ലേ. അല്ലെങ്കിലും ആ ടോപ്പിക് എനിക്ക് ഇഷ്ടാ സത്യേ. അതുകൊണ്ട് അത് വലിയ പാടായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ടീച്ചർ ഭയങ്കര ദേഷ്യക്കാരിയാ. ചെയ്തോണ്ട് വരാൻ പറഞ്ഞ ചെയ്തോണ്ട് വരണം. നിനക്കെന്താ പപ്പി, മുഖത്ത് ചെറിയൊരു പേടിയുണ്ടല്ലോ. പ്രോജക്റ്റ് ചെയ്ത് കാണില്ലല്ലേ? എങ്കിന്ന് ടീച്ചർ പപ്പി ശരിയാക്കും. എന്റെ കാര്യം അറിയാലോ. ചെയ്ത് തീരുന്ന വരെ പുറത്തു നിർത്തി നല്ലോണം അടിയും കിട്ടി. അവളുടെ മുഖത്ത് പേടിയുണ്ടെന്ന് നിന്നോടാരാ പറഞ്ഞേ? അതി മുഖം കണ്ട അറിയാലോ. ചെയ്തിട്ടില്ല അല്ലേ? ഒന്ന് പോടാ. ഇന്നലെ തന്നെ ഇരുന്ന് ചെയ്ത് തീർത്തിട്ടാണ് വന്നിരിക്കുന്നത്. എന്നെ അങ്ങനെ തല്ലുന്നത് കണ്ട് നീ സൂയിക്കണ്ട. ചെയ്തല്ല. കൊണ്ടുവന്നു. എന്നാ ആദ്യം അതെടുക്ക്. അത് കഴിഞ്ഞ് എല്ലാവരും ഹോംവർക്ക് കാണിച്ചാൽ മതി. പത്മിനി, ചെയ്തത് കൊണ്ടുപോവാ. എന്താ പപ്പി, കൊണ്ടേ കാണിക്കേ. നീ ചെയ്തതല്ലേ? ചെയ്തതാണല്ലേ പറഞ്ഞത്. കാണുന്നില്ലല്ലോ. പ്രൊജക്ട് തയ്യാറാക്കി വെച്ചത് ബാഗിൽ കാണുന്നില്ലല്ലോ സത്യേ. കാണുന്നില്ലേ? ബാഗ് ശരിക്കും നോക്ക്. ഞാൻ നോക്കിയ സത്യേ. ഇന്നലെ എടുത്ത് ബാഗിൽ വെക്കാൻ പറഞ്ഞിട്ടല്ലേ നമ്മൾ കഴിക്കാൻ പോയത്. പക്ഷെ അമ്മ വച്ചില്ല. നിക്ക്, ഞാൻ നോക്കാം. അയ്യോ, കുഴപ്പമായല്ലോ. അയ്യോ, കുഴപ്പമായി. എവിടെ കാണിക്കു പത്മിനി? ടീച്ചറെ, അത് പിന്നെ എന്താ ചെയ്തില്ലേ? ടീച്ചർ ചെയ്തതാ, പക്ഷെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ മറന്നു. അതൊരു എക്സ്ക്യൂസ് അല്ലല്ലോ പത്മിനി. ചെയ്തു വച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ എടുക്കാൻ മറക്കുന്ന എങ്ങനാ? ഇതിപ്പോ വന്ന് വന്ന് പത്മിനി ഭയങ്കര ഉഴപ്പായിട്ട് വരുവാ. ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്ന വർക്ക് ചെയ്യാതെ വന്നാലുള്ള ശിക്ഷ എന്താന്ന് അറിയാലോ. ചെയ്തു തീരുന്നത് വരെ ക്ലാസ്സിന് വെളിയിൽ നിൽക്കണം. പക്ഷേ പത്മിനിയുടെ ഉഴപ്പ് ഒരൽപ്പം കൂടുതലാ. വീട്ടിൽ ചെയ്തു വെച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്. നാളെ ആ ചെയ്തു വെച്ച വർക്കും കൂടെ ഗാർഡിയനെ വിളിച്ചോണ്ടേ ക്ലാസ്സിലേക്ക് വരാവൂ. പറഞ്ഞു കേട്ടല്ലോ? അച്ഛനെ വിളിച്ചോണ്ടേ ക്ലാസ്സിലേക്ക് വരാവൂ. ഇപ്പൊ പോയി പുറത്ത് നിൽക്ക്.
പുറത്ത് നിൽക്കാനാ പറഞ്ഞത്. ഇനി ഓരോരുത്തർ ഹോംവർക്ക് കൊണ്ടുപോവാ. ആദ്യം രമേശ് കൊണ്ടുപോവാ. തീർന്നോ പപ്പി? നാളെയല്ലേ പ്രോജക്റ്റ് ചെയ്ത് കാണിക്കേണ്ടത്? ടീച്ചർ നാളെ വരാതിരുന്നാ രക്ഷപ്പെടാം. ഏയ്, ടീച്ചർ അങ്ങനെ ലീവ് ഒന്നും എടുക്കില്ല പപ്പി. വന്നാലും കുഴപ്പമൊന്നുമില്ല. ഞാനെല്ലാം വ്യക്തമായി എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതെ, ഹോംവർക്ക് ചെയ്തു കഴിഞ്ഞോ? എങ്കിൽ മക്കളെ രണ്ടുപേരും പോയി ഫുഡ് കഴിച്ചേ. ഇപ്പൊ തന്നെ നേരം വൈകി. പപ്പിക്ക് നാളെ കാണിക്കുന്ന ഒരു പ്രൊജക്ട് തയ്യാറാക്കാനുണ്ടായിരുന്നു, അതാ താമസിച്ചത്. എന്നാ പോയി ഫുഡ് കഴിച്ചേ. ശാരദാമ്മ കുറെ നേരമായിട്ട് വിളിക്കല്ലേ. ചെല്ല. ഇതൊക്കെ ഒന്ന് എടുത്തു വെക്കട്ടെ അമ്മ. അതെല്ലാം ഞാൻ എടുത്തു വെച്ചോളാം. ചെല്ല, പോയി കഴിക്കേ. മോളെ, സോറി മോളെ. ചെല്ല, മോള് പോയി ഭക്ഷണം കഴിക്കാം. ചെല്ല. വാ സത്യ. നാളെ പ്രൊജക്ട് തയ്യാറാക്കിക്കൊണ്ട് വരേണ്ടത് രമേശാണ്. വരണം, പ്രത്യേകിച്ചും രമേശ്. പത്മിനി, നാളെ വരുമ്പോ ആ ചെയ്തു വെച്ചിരിക്കുന്ന പ്രൊജക്റ്റും കൂടെ അച്ഛനെയും കൊണ്ടുവന്നാലേ ഞാൻ പത്മിനിയെ ക്ലാസ്സിൽ കയറ്റൂ. പറഞ്ഞില്ലെന്ന് വേണ്ട. ശ്യാമാലിന്ന് രാത്രി പപ്പിയുടെ ബാഗിൽ വെക്കുന്ന പ്രോജക്ട് റിപ്പോർട്ട് എന്റെ ബാഗിലാണ് വെച്ചത്. ഇനി ഇതുകൊണ്ട് ടീച്ചറിന്റെ മുന്നിലേക്ക് ചെല്ലാനും പറ്റില്ലല്ലോ. ചെന്നാ ഇത് ഒളിപ്പിച്ചു വെച്ചെന്നും പറഞ്ഞ് എന്റെ അമ്മയെ വിളിച്ചോണ്ട് വരേണ്ടി വരും. ഈശ്വര, ഇതൊരു ഭയങ്കര ചതിയായി പോയല്ലോ.
വാ സത്യ. എന്റെ പപ്പി ശ്യാമാൻറ്റി ഒറ്റൊരാള് കാരണ പപ്പി ഇന്ന് മൊത്തം പുറത്തേക്കേണ്ടി വന്നത്. അത് മാത്രോ? അച്ഛനെയും വിളിച്ചോണ്ട് വരണ്ടേ? ഇല്ലെങ്കിൽ നാളെയും ക്ലാസ്സിൽ കേട്ടില്ല. ഇന്നലെ രാത്രി നമുക്ക് തന്നെ അതൊക്കെ എടുത്ത് ബാഗിൽ വെച്ചാ മതിയായിരുന്നു. അമ്മയെ കൊണ്ട് വയ്പ്പിക്കാൻ പോയതുകൊണ്ടാ ഈ കുഴപ്പമെല്ലാം ഉണ്ടായത്. ആ രമേശാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. അവന് മിക്കവാറും നാളെ പണി കിട്ടും. ഈശ്വര, വരച്ചൊപ്പിക്കാൻ പറ്റാത്തൊരു പ്രോജക്റ്റ് ആയിരിക്കണേ അവന് നാളെ വരുന്നത്. അച്ഛനെ വിളിക്കുന്ന കാര്യം അതിലും കഷ്ടം. അതിനൊക്കെ ഒരു വഴി കാണാം. പപ്പി ഇപ്പൊ സമാധാനായിട്ടിരിക്കേ. ഉറപ്പാണോ? ആ, ഞാനല്ലേ ചോറെടുത്ത. അപ്പൊ ഞാൻ തന്നല്ലേ വെച്ചത്. ആ, അപ്പൊ ഇതേത് പാത്രമാ? രണ്ടുപേരുടെ ഇവിടെ ഉണ്ട്. അല്ലമ്മേ, ഞാനിത് ബാഗിൽ വെച്ചതാണല്ലോ. ശ്യാമേ, ഇനി നീ അതും ഇതും പറഞ്ഞ് എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. പിള്ളേരിനി ഉച്ചയ്ക്ക് എന്ത് കഴിക്കും? നീ ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്? ഒന്നുകിൽ നീ നിനക്ക് വേണ്ടി ജീവിക്കണം, അല്ലെങ്കിൽ നിന്നെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് വേണ്ടി ജീവിക്കണം. എന്താ ശാരദാമ്മേ സംഭവം? കണ്ടില്ലേ ശാന്തേ, കുട്ടികൾക്ക് എടുത്തു വെച്ച ചോറ. അതിവിടെ വെച്ചിട്ട് കുട്ടികളെ പറഞ്ഞു വിട്ടിരിക്കുന്നു. ഞാനിനി എപ്പോ ഈ ചോറും കൊണ്ട് എത്താനാ? കടയിലാണെങ്കിൽ ഇപ്പൊ ഊണ് കഴിക്കാനുള്ള തിരക്ക. നിന്നെ കൊണ്ടെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ? എന്നാ ഇവളൊന്ന് സഹായിക്കുവോ? അതുമില്ല. എന്നും ഇങ്ങനെ സങ്കടവും ദുഃഖം കാണിച്ചുകൊണ്ടിരുന്നാ മതി. ഇതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ എനിക്കും ഉണ്ടായിരുന്നതാ. അന്നൊന്നും ഞാൻ ഇവരുടെ കാര്യത്തിലൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല. എത്ര സങ്കടം ഉണ്ടെങ്കിലും അടക്കി പിടിച്ച് നടക്കും. എന്നിട്ട് ജോലിയെല്ലാം കഴിഞ്ഞ് പിള്ളേരെ ഉറക്കിയിട്ട് ഒറ്റയ്ക്കിരുന്ന് കരയും. നമ്മുടെ സങ്കടം നമ്മൾ മാത്രം അറിഞ്ഞാ പോരെ? മറ്റുള്ളവരെ കൂടി അറിയിച്ച് എന്തിനാ അവരുടെ സ്വസ്ഥത കൂടി നശിപ്പിക്കുന്നത്? ഇവളങ്ങനെയാണോ? എന്തെങ്കിലും ഒരു കഷ്ടപ്പാട് ഇവൾ അറിഞ്ഞിട്ടുണ്ടോ ശാന്തേ? എന്റെ ശാരിയും ശാലിനിയും ചെറുപ്പത്തിൽ അനുഭവിച്ച കഷ്ടപ്പാടും ദുരിതവും ഒന്നും ഇവൾ അനുഭവിച്ചിട്ടില്ല. ഇളയ മകളായതുകൊണ്ട് കുറച്ച് ലാളിച്ചു. അതിന്റെ അനുഭവ ഞാൻ ഈ കിടന്ന് അനുഭവിക്കുന്നത്. നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? ഒരു കൂസലും ഇല്ലാതെ. ശാന്തേ, ഞാൻ ഈ ചോറ് പിള്ളേർക്ക് കൊണ്ട് കൊടുത്തിട്ട് വരാം. പിള്ളേര് ചോറ് ബാഗിൽ കാണാതെ വിഷമിച്ചിരിക്കുമായിരിക്കും. പെട്ടെന്ന് കൊണ്ടു കൊടുക്കാം. പാവം പിള്ളേര് എങ്ങനെ വിശപ്പ് സഹിച്ച്
ഞാനൊന്ന് സ്കൂൾ വരെ പോയിട്ട് വരാം. ഇതെന്താ ഇപ്പൊ ചോറ് കൊണ്ടുപോകുന്നത്? സമയം ഒരുപാട് വൈകിയല്ലോ. ശ്യാമക്കുഞ്ഞ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. ചോറെടുത്ത് വെച്ചു, കുട്ടികളുടെ ബാഗിലേക്ക് വെച്ചില്ല. ശാരദാമ്മ കുറച്ചു മുമ്പാ ചോറ്റുപാത്രം കണ്ടത്. ശ്യാമക്കുഞ്ഞിന്റെ ശ്രദ്ധക്കുറവ് തന്നെയാ പൊന്നി ഇതെല്ലാം വരുത്തി വെക്കുന്നത്. പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, എല്ലാം ശാരദാമ്മനെ നോക്കണ്ടേ. ശ്യാമക്കുഞ്ഞിന് ഇതെന്താ പറ്റിയത്? ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ അവിടെ നിൽക്കുമ്പോ. പപ്പിമോളുടെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ടാ നോക്കിയിരുന്നേ. ഞാനൊന്നും അറിയേ വേണ്ട. ഞാൻ എന്തു പറയാനാ, മുറി അടച്ചിരുന്ന് എപ്പോഴും കരച്ചില്ല. പുറത്തേക്കൊന്ന് ഇറങ്ങി വരികയോ മറ്റുള്ളവരോടൊന്ന് സഹകരിക്കുകയോ ഇപ്പൊ ഒന്നും ശ്യാമകൊച്ച് ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെ ഉള്ളിലുള്ള സങ്കടമൊക്കെ മാറുന്നേ? ഒറ്റയ്ക്കിരുന്ന് ചിന്തിച്ചു കൂട്ടിയാ സങ്കടം കൂടത്തല്ലേ ഉള്ളൂ. ഞാൻ എന്തായാലും ഒന്ന് കണ്ട് സംസാരിച്ചു നോക്കട്ടെ. സത്യ, എന്താ പപ്പി? സത്യയുടെ ബാഗിൽ ചോറുണ്ടായിരുന്നോ? ഇല്ല. പപ്പിയുടെ ബാഗിലോ? ഇല്ല. അപ്പ ശ്യാമാന്റെ ചോറും വെച്ചിട്ടില്ല. ഇനിയിപ്പൊ എന്ത് ചെയ്യും സത്യ? എന്ത് ചെയ്യാന്, വിശപ്പ് സഹിച്ചിരിക്കുക. അല്ലാതെ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷോ, കഷ്ടമല്ലോ ദൈവമേ. എനിക്ക് ശരിക്കും എന്താ പറ്റിയത്? ഞാനായിട്ട് തന്നെയാണല്ലോ ദൈവമേ ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇന്ന് കുട്ടികളുടെ ചോറ് പാത്രം പോലും ബാഗി വെക്കാൻ മറന്നുപോയി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എനിക്കെന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഓരോ ദിവസം കഴിയുന്തോറും എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ? എല്ലാവർക്കും മുന്നിൽ ഞാനിപ്പോൾ ഒരു പരിഹാസപാത്രമായിട്ട് മാറുവാണോ? അറിയില്ല. എനിക്കിപ്പോൾ എന്നെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ ദൈവമേ. ശ്യാമക്കുഞ്ഞി, പൊന്നി ചേച്ചി, പൊന്നി ചേച്ചി, എന്താ കുഞ്ഞെ? എനിക്കറിയില്ല പൊന്നി ചേച്ചി, പക്ഷെ എനിക്കെന്തോ പറ്റിയിട്ടുണ്ട്. അതെനിക്ക് മനസ്സിലായി. കുട്ടിയുടെ ഭക്ഷണകാര്യങ്ങളൊക്കെ കുഞ്ഞ് മറക്കാത്തതാണല്ലോ. എല്ലാം കൃത്യമായിട്ട് എടുത്തു വെച്ചിട്ട് ഉറപ്പിക്കാനായി ഒന്നുകൂടെ ബാഗ് തുറന്ന് നോക്കിയിട്ടേ കുട്ടിയെ പറഞ്ഞു വിടാറുള്ളൂ. ആ കുഞ്ഞിന് ഇതെന്ത് പറ്റി? പൊന്നി ചേച്ചി, കുട്ടികൾക്ക് രണ്ടുപേർക്കും ചോറ് ഞാനാ എടുത്തേ. പക്ഷെ ഞാനത് ബാഗിലേക്ക് എടുത്തു വെച്ചില്ല. അതിനു മുൻപ് എന്റെ ഓർമ്മ എവിടെയോ പോയി. കുട്ടികളപ്പോ ഇത്രയും നേരം വിശന്നിരിക്കണ്ടേന്ന് ഓർത്താവും ശാരദാമ്മ വഴക്ക് പറഞ്ഞത്. അത് കാര്യമാക്കണ്ട, അമ്മമാരല്ലേ, വഴക്കൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ അങ്ങ് കരുതിയാ മതി. അല്ല, പൊന്നി ചേച്ചി എന്താ പതിവില്ലാതെ ഈ വഴിക്ക്? സത്യമ്മ ചെറിയൊരു കച്ചവടമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കടകളിൽ കുടിൽ വ്യവസായം പോലെ പലഹാരങ്ങളൊക്കെ ചെറിയ പാക്കറ്റുകളിലാക്കി വിൽപ്പനയ്ക്കായിട്ട് കൊണ്ടുപോകും. കടകളിൽ നിന്നൊക്കെ ഓർഡർ എടുക്കേണ്ടത്. ഇവിടെ 1-2 കടകളുണ്ട്. അവിടെ ചോദിക്കാൻ വേണ്ടി ഇറങ്ങിയത്. ഓർഡർ കിട്ടിയാ ഇന്ന് കൊടുക്കുന്നതിൻ്റെ ഒപ്പം കൊടുക്കാമല്ലോ. ഇവിടെ എത്തിയപ്പോഴാ ഓർത്തെ നിങ്ങളുടെ വീട് ഇവിടെ അടുത്താണല്ലോ എന്ന്. അപ്പൊ പിന്നെ എല്ലാരെയും ഒന്ന് കണ്ടേച്ചു പോകാന്ന് കരുതി. ശ്യാമക്കുഞ്ഞ് ഒരു ദിവസം അങ്ങോട്ടൊന്ന് ഇറങ്ങ്. സത്യാമ്മയും രാഘവൻ സാറിനൊക്കെ ഒന്ന് കാണാമല്ലോ. എന്നെ കണ്ട സത്യമ്മ ബഹളം വയ്ക്കും. മനസ്സാകെ ചത്തിരിക്കുക പൊന്നി ചേച്ചി. ജീവിക്കാൻ തന്നെ ആഗ്രഹമില്ല. മരിക്കാൻ നോക്കിയിട്ട് അതിനുള്ള ധൈര്യവുമില്ല. പലപ്പോഴും ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്, ഞാനിത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ജീവിക്കുന്നതെന്ന്. രോഹിത് സാറുമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാതിരുന്ന വെറുതെ എന്തിനാ മനസ്സിലിങ്ങനെ വഴക്കം വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നത്?
ഞങ്ങളുടെ വഴക്ക് അങ്ങനെയൊന്നും തീരില്ല പൊന്നു ചേച്ചി. ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ഞങ്ങളെ ബാധിക്കാറേയില്ല. ഞങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാം വലിയ വലിയ കാര്യങ്ങളാ. അത് പക്ഷേ ഒത്തുതീർപ്പ് ചർച്ചയിലൊന്നും പരിഹരിക്കാവുന്നതുമല്ല. വഴക്കും ബഹളവും ഒന്നുമില്ലാതെ എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകാൻ നോക്കണം. എനിക്കത്രേ പറയാനുള്ളൂ. എനിക്ക് പോവാൻ സമയമായി. പറഞ്ഞ സമയത്തിനുള്ളിൽ കണ്ടില്ലെങ്കിൽ പിന്നെ അത് മതി വഴക്കിന്. പൊന്നു ചേച്ചി, എല്ലാം ശരിയാകുന്നേ. ശരിയാകാതെ എവിടെ പോവാനാ?